നന്ദി സ്മരണയും വേണം മഞ്ജു. ഇല്ല. അപ്പൊ അന്ന് എനിക്കൊരു പ്രണയമുണ്ട്, അതൊക്കെ അറിയാം മഞ്ജു. പ്രണയ വിജയങ്ങൾക്കും പ്രണയ പരാജയങ്ങൾക്കും ഒക്കെ കൂടുതൽ എന്നെ പൂർണ്ണമായും അറിയാവുന്ന ചേട്ടാ ബെസ്റ്റി. മനോരമ വിളിച്ച് മഞ്ജുവിനെ തരാവോ, മനോരമ എഴുതി തരാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞു വീക്ക് എന്ന് പറഞ്ഞ മാഗസീനും കൂടെ എഴുതി തരണം. ഹൈദരാലിക്ക് ഒറിജിനൽ ഒരു പാസ്പോർട്ട് എടുത്തു തന്നു. ഹൈദരാലിയെ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് UK വിടാൻ പറ്റിയിരുന്നെങ്കിൽ ലോക സിനിമയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നു. ദാരിദ്ര്യ ചേട്ടാ, എന്റെ മുഖത്ത് അത്ര ദാരിദ്ര്യ ലുക്കാണെന്ന് എനിക്ക് സംശയം വന്നത്. വരുന്ന മുഴുവൻ ദാരിദ്ര്യം പിടിച്ച അമ്മയാണ്. അപ്പൊ ഞാൻ വിശ്വസിക്കാതെ സംവിധായകൻ എൻ്റെ ഈ ചെറിയ മുറിയിലേക്കെന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ട് വന്നതാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ആരോടും ചാൻസ് ചോദിച്ചിട്ടില്ല, ആദ്യമായിട്ട് ചോദിക്കുക, എനിക്കൊരു വേഷം തരണം. എനിക്ക് ഭയങ്കര ഹാപ്പിയുള്ള മാസമാണ് മെയ്. മെയ്യിൽ എൻ്റെ ബർത്ത്ഡേ ആണ്. ഭാഗ്യം. 13-ാം തീയതി മറ്റന്നാളല്ലേ എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ. അല്ല, ഞാൻ സാറിന് മറന്നു പോകും. പിറ്റേ ദിവസം 14-ാം തീയതി ഒരു കോൾ വരും. നമ്മുടെ മാത്രം ഓർക്കുകയല്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികൾ, രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. അതിഥികളൊന്നും അല്ലല്ലോ, നമ്മളെന്നും കണ്ടും മിണ്ടിയൊക്കെ പോകുന്ന ആൾക്കാരല്ലേ. ഒരു അതിഥിയാക്കിയെന്നുള്ളൂ. അയ്യ, ഞങ്ങള് ഗസ്റ്റ് അപ്പിയറൻസ് അല്ല, ഇത് ഹീറോയാ. അതല്ലേ, ഇതാണല്ലേ, ഇതാണ് ഹീറോ. നമ്മള് ഗസ്റ്റ് ആണോ? ഞാൻ ഗസ്റ്റാ, ഏകദേശം ഗസ്റ്റ് അതിനകത്ത്. അതെ, ഞാൻ ഹീറോ അല്ല, ഞാൻ ഹീറോയുടെ അച്ഛനാണ്. അങ്ങനെ മഞ്ജു ത്രൂ ഔട്ട് ഉണ്ട്, നല്ല ദിവസം കൊണ്ട് നല്ല കാശും മേടിച്ചതാ. അപ്പോ അതൊക്കെ മഞ്ജു ഏതാ. എന്നിട്ട് ഈ നന്ദി സ്മരണയും വേണം മഞ്ജു. ഇല്ല, ഇതിനകത്ത് രണ്ട് അച്ഛനും മകൻ്റെയും ഒരു ബന്ധത്തിന്റെ കഥ പറയുന്നതാണ്. അതില് ചേട്ടൻ ഞാനുള്ള സീക്വൻസുകളിലൊക്കെ ചേട്ടൻ എത്ര അഭിനയിച്ചാലും മതി വരത്തില്ലായിരുന്നു. അത്ര മഞ്ജുവിൻ്റെ ഫാമിലി, മനോജ് കെ ഹസ്ബൻഡ് മഞ്ജുവിൻ്റെ, എൻ്റെ അപ്പൻ്റെ മോൻ്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. അപ്പനെ മനസ്സിലാക്കുന്നു, മോനെ മനസ്സിലാക്കുന്ന ഒരു ഫാമിലിയായിട്ട്. എൻ്റെ ബാല്യകാല സുഹൃത്താണ്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് മഞ്ജു. അപ്പം ഒരുപാട് ഞങ്ങൾ അന്ന് പഠിച്ച ഒരുപാട് ആളുകളുണ്ട് അതിനകത്ത്, ഒരുപാട് സ്ത്രീ പുരുഷന്മാരുണ്ട്. അപ്പം അന്ന് എനിക്കൊരു പ്രണയമുണ്ട്, അതൊക്കെ അറിയാം മഞ്ജുവിന്. അതെല്ലാം എൻ്റെ പ്രണയ വിജയങ്ങൾക്കും പ്രണയ പരാജയങ്ങൾക്കും ഒക്കെ കൂടുതൽ എന്നെ പൂർണ്ണമായും അറിയാവുന്ന ഞാനൊരു എന്നാ പറയുക ഒരു വഴക്ക് പിടിക്കുന്ന ഒരു അനിയത്തിയുടെയോ അല്ലെ ചേട്ടത്തിയുടെയോ സ്ഥാനം കൊടുക്കുന്ന ആളായിട്ടാണ് മഞ്ജു ഈ സിനിമയിലെ കഥാപാത്രം. ഈ സിനിമയുടെ പേര് UK ഓക്കെയാണ്. എനിക്ക് പോകാൻ വേണ്ടി ഒരു പാസ്പോർട്ട് വന്നിട്ടുണ്ട്, UK പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഈ പാസ്പോർട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനത്തെ ഒരു നാടക പാസ്പോർട്ടിൽ എൻ്റെ പേര് വെച്ചിട്ട്, പക്ഷെ നിങ്ങളുടെ ഒക്കെ പേരുണ്ട് പാസ്പോർട്ടിൽ. നിങ്ങളുടെ പേര് വെച്ചില്ല? എൻ്റെ പേര് വെച്ചു. അപ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെട്ടു. അല്ല, അത് ഹൈദരാലിക്ക് ഒറിജിനൽ ഒരു പാസ്പോർട്ട് എടുത്തു തന്നു. ഹൈദരാലിയെ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് UK വിടാൻ പറ്റിയിരുന്നെങ്കിൽ ലോക സിനിമയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ആരെങ്കിലും സംഘടന തന്നെ എടുത്തു തരും. പോകാൻ റെഡി ആയിക്കോളൂ, അവിടെ പോയി സമാനമായിട്ട് ജീവിക്കും. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും പറഞ്ഞു. അതെ അതെ. ഓ ഉടനെ എന്ത് ഇതാന്ന് നോക്കിയേ. പക്ഷേ ഞാൻ ഇത് കണ്ടിട്ട് എനിക്കിത് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ഇന്ന് വരെ കാണാത്ത രീതിക്ക് ഒരു സിനിമയുടെ പോസ്റ്ററൊന്നും വേണ്ട, ഇത് ഒരാളുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഈ സിനിമയിലെ എല്ലാ ടെക്നീഷ്യന്മാരും ഉൾപ്പെടെയാണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ പാസ്പോർട്ടുമായിട്ട് തന്നെ ഇവിടെ ഇരുന്നത്. കിട്ടിയായിരുന്നു പാസ്പോർട്ട്? എനിക്ക് കിട്ടിയില്ല. എന്തുകൊണ്ട്? ഞാൻ ജസ്റ്റ് വന്നതേ ഉള്ളൂ. ഇവിടെ പാസ്പോർട്ട് ഇന്നലെ കിട്ടി. എനിക്ക് പാസ്പോർട്ട് കിട്ടിയില്ല. എന്റെ പാസ്പോർട്ട് അവിടെ സീൽ ചെയ്തിട്ടില്ല, എൻട്രി ചെയ്യണം. അപ്പം ഇങ്ങനെ ഒരു സാധനങ്ങൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മഞ്ജുചേച്ചി, നിങ്ങൾ തമ്മിലുള്ള സിനിമകൾ ഏറ്റവും നല്ലതാവുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകരാണ്. കാരണം നിങ്ങളിൽ നിന്നും വരുന്ന കുറേ സീനുകളുണ്ടാവും, കുറേ കൗണ്ടറുകളുണ്ടാവും. നിങ്ങൾ നല്ല രീതിക്ക് യോജിക്കുന്ന ഒരു സിനിമയായിരിക്കും ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. ജോണി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം മഞ്ജു ചേച്ചിക്ക് ഒറ്റ വാക്കിൽ പറയാൻ ജോണി ചേട്ടനുള്ള ഒരു പോസിറ്റീവ് വശം എന്തായിരിക്കും?
ജോൺ ചേട്ടനുള്ള പോസിറ്റീവ് വശം. ജോൺ ചേട്ടൻ്റെ ഉള്ള പോസിറ്റീവ് വശം, ജോൺ ചേട്ടൻ ആക്ച്വലി ഡയറക്ടർ ആയിരുന്നല്ലോ. ഇപ്പം ഡയറക്ടറാണ്. സിനിമകൾ ഇപ്പോൾ സംവിധാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡയറക്ടറുടെ പെർസ്പെക്റ്റീവിൽ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ അറിയാതൊരു ഡയറക്ടോറിയൽ മൈൻഡ് വരും നമ്മൾ അഭിനയിക്കുമ്പോഴും കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളും ഒക്കെ. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നത് പുള്ളിക്കാരെ കേൾക്കും. അത് ചേട്ടാ അങ്ങനെ വേണ്ട ചേട്ടാ, നമുക്ക് ഇങ്ങനെ ചെയ്താലോ, അല്ലെങ്കിൽ ചേട്ടാ ഇങ്ങനെ ചെയ്താൽ നന്നാവുമല്ലോ ചേട്ടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ ചേട്ടാ അത് അവിടെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് മഞ്ജുനൊരു സിനിമ ഡയറക്റ്റ് ചെയ്തുകൂടെ എന്ന്. അല്ല ഞാനിപ്പോൾ ഇവർ മറ്റേ ഇന്ദ്രണ്ണനും മഞ്ജുവായിട്ട് നമ്മൾ ഹോം എന്ന് പറഞ്ഞ സിനിമയില്ല. ഹോം ആ സമയത്ത് ഞാൻ താരതമ്യേന പുതുമുഖമാണ് ആ സിനിമയിൽ. ഇവർ രണ്ട് സിംഹങ്ങളുടെ ഇടയ്ക്കോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം ഇന്ദ്രണ്ണനെ അറിയാമല്ലോ, ഡൗൺ ടു എർത്ത് മനുഷ്യൻ. പിന്നെ എനിക്ക് നേരത്തെ ഞാൻ അസോസിയേറ്റ് ആയിരുന്ന സിനിമ എന്ന ഒരു സീരിയലിലൊക്കെ ഗംഭീര വേഷം ചെയ്തിട്ടുണ്ട്. അപ്പം അതായത് ഒരു നമ്മൾ സംവിധായകർ പറഞ്ഞാൽ അതിൻ്റെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, കറക്റ്റ് നൂൽപ്പാലത്തിൽ നിന്ന് അഭിനയിക്കുന്ന കഴിവുള്ള ആർട്ടിസ്റ്റാണ് മഞ്ജു. അപ്പം മഞ്ജുവിനെ ഇപ്പോൾ നമ്മൾ കൂടെ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഹോം കഴിഞ്ഞിട്ട് നമ്മൾ ഓ മൈ ഡാർലിംഗ് എന്നൊരു പടം ചെയ്തു, ഓ മൈ ഡാർലിംഗ് ചെയ്തു, സ്വർഗം ചെയ്തു, പ്രിൻസ് ആൻഡ് ഫാമിലി ചെയ്തു, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കമൽ സാറിൻ്റെ പടം ചെയ്തു, വിവേകാനന്ദൻ വൈറലാണ്. അപ്പം എൻ്റെ പിന്നെ വൈഫായിട്ട്, എൻ്റെ കാമുകിയായിട്ട്, ഇപ്പം എൻ്റെ കൂട്ടുകാരിയായിട്ടൊക്കെ മഞ്ജു അഭിനയിച്ചിട്ടുണ്ട്. വളരെ നല്ല നമുക്ക് ഭയങ്കര കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം മഞ്ജു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. പിന്നെ മഞ്ജു നല്ല പ്രൊഫഷണലാണ്. എനിക്കൊന്നും അത്രയും പ്രൊഫഷണലൊന്നും ആകാൻ പറ്റിയിട്ടില്ല. അതായത് മഞ്ജു കറക്റ്റായിട്ട് ഇപ്പം പിന്നെ ചാനലിൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ 5 ദിവസം 4 ദിവസം ചാനലിൻ്റെ പരിപാടി കൊടുത്തേക്കുന്നു. അത് കഴിഞ്ഞാൽ നേരെ മറ്റേ ആൾക്ക് ഡേറ്റ് കൊടുത്തിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം മറ്റേ ആൾക്ക് ഡേറ്റ് കൊടുക്കുന്നു. അതിനുശേഷം 2 മണിക്കൂർ പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ അതിന് പോകുന്നു. പിന്നെ തിരിച്ച് മനോരമയിലേക്ക് ഇതിനെ ചാനലിൻ്റെ പ്രൊമോഷൻ വരുന്നു. ഇതിനിടയ്ക്ക് ക്യാഷ് വരുന്നു, അത് കറക്റ്റ് ബാങ്കിലാക്കുന്നു, മോക്കുള്ളത് അങ്ങോട്ട് അയക്കുന്നു. എല്ലാ കാര്യങ്ങളും ഭയങ്കര ഒരു എന്നാ പറയുന്നത്, ഒരു കളക്ടറേറ്റാണെന്ന് നമുക്ക് തോന്നുന്നു. അപ്പം നമ്മളിങ്ങനെ ആദരവോടെ നോക്കി നിൽക്കും. ചേട്ടൻ ചോദിക്കേ രാവിലെയൊക്കെ ഓരോന്ന് പറയാനായിട്ട് എന്തെങ്കിലും വിളിക്കുകയാണെങ്കിൽ ചേട്ടൻ ചോദിക്കും ഇന്ന് ഗവൺമെന്റ് ജോലിക്ക് പോയില്ലെന്ന് ചോദിക്കും. മനോരമയിലെ എല്ലാ, അതായത് ഇനി സിനിമ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും മഞ്ജുവിന് ഒരു റെഗുലർ ഇൻകം മനോരമയിൽ നിന്ന് കിട്ടും. അല്ലെ, ഒരു ചിരി അവിടെ അങ്ങ് ഇരിക്കുകയാണ്. അതായത് ആ ചെയർ കൊണ്ട് വീട്ടിൽ പോകുന്നവർ, അതായത് ഇതാരെങ്കിലും ഇവിടെ വന്നിരുന്നാലോ എന്ന് ഓർത്തിട്ട്. സത്യം എന്നെ വിളിക്കുന്ന രാജാ ശിവകാമി ദേവി എന്നാ. അല്ല, ചേട്ടൻ പറയുന്നത്, ചേട്ടൻ കളിയാക്കുന്ന, പക്ഷെ ചേട്ടൻ പറയുന്നത് എന്താ വെച്ചാല് മനോരമ വിളിച്ച് മഞ്ജുവിനെ തരാവോ, മനോരമ എഴുതി തരാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞു വീക്ക് എന്ന് പറഞ്ഞ മാഗസീനും കൂടെ എഴുതി തരണം എന്ന്. അതിന്റെ ഒരു കൺഫ്യൂഷനിൽ മനോരമ നിൽക്കുകയാണ്. അത് ഓക്കെ ആണെങ്കിൽ മനോരമ കൊടുക്കുകയാണെങ്കിൽ മഞ്ജുവിനെ അവര് കൊടുത്തോളാം. നമുക്ക് യു കെയിലുണ്ട്. ഇപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല അപ്പനെയും മോനെയും മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള, എനിക്ക് എൻ്റെ അപ്പൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. എൻ്റെ ഞാൻ അവർ രണ്ടുപേരായിട്ട് കമ്പനി കൂടിയിട്ടുണ്ട്. ഏറ്റവും വലിയ വെച്ചാൽ ഞാൻ 3 ജനറേഷനായിട്ട് കമ്പനി കൂടിയിട്ടുണ്ട്. അത് വലിയ ഭാഗ്യമാണ്. വല്യപ്പൻ, അപ്പൻ, മകൻ, അങ്ങനെ എൻ്റെ അപ്പനെയും എന്നെയും കൂട്ടുകാരായിട്ടുള്ള ഒരാണ്ടായിരുന്നു. അതായത് അപ്പൻ്റെ പ്രായത്തിന് ഒരു 15 വയസ്സ് ഇളയതും എൻ്റെ പ്രായത്തിന് ഒരു 15 വയസ്സ് മൂത്തതുമായിട്ടുള്ള ആളുകളെന്ന് പറയുന്നവർ. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. എന്ന് പറയുന്ന പോലെ ഇതിനകത്തും ആ ഒരു അടുപ്പമുണ്ട്. ഇപ്പോൾ എൻ്റെ മോനോട് മഞ്ജു സംസാരിക്കുന്നത് മഞ്ജുവിൻ്റെ മോനോട് സംസാരിക്കുന്ന പോലെ, ഏതാ നമ്മുടെ രഞ്ജിത്തിൻ്റെ കഥാപാത്രം, അങ്ങനത്തെ ഒരു റിലേഷനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എവിടെയൊക്കെയോ നമുക്ക് ചുറ്റുപാടും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഇതിനകത്തുണ്ട്. അതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. നമ്മുടെ കുടുംബ സുഹൃത്തുക്കൾ, കുടുംബത്തിൽ പിന്നെ സാധാരണ മനുഷ്യർ അവരുടെ ചില വ്യവഹാരങ്ങൾ, കൃഷി, പിന്നെ ഒരു വർക്ക്ഷോപ്പ് മെക്കാനിക്ക്, അവർ കൊണ്ട് നടക്കുന്ന സ്വപ്നങ്ങൾ, സ്നേഹത്തെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കുക. അപ്പനും മോനും മത്സരിക്കുന്നത് സ്നേഹിച്ച, നിനക്കാണോ സ്നേഹം, എനിക്കാണോ സ്നേഹം, നിന്നെ സ്നേഹിച്ച് തോൽപ്പിക്കും. ശരി, നിൻ്റെ സ്നേഹത്തിന് മുന്നേ ഞാൻ തോറ്റു, അല്ലെ അപ്പൻ്റെ സ്നേഹത്തിന് മുന്നേ ഞാൻ തോറ്റു തരാം എന്നൊക്കെ പറയുന്ന വലിയൊരു കൊടുക്കൽ വാങ്ങൽ ഈ സിനിമയാണ്. അതിൽ അപ്പോൾ പെട്ടെന്ന് സൗഹൃദങ്ങളും ഇല്ല ഉണ്ട്. പിന്നെ അത് ഇന്ദ്രണ്ണൻ ചെയ്ത അച്ഛൻ്റെ വേഷം. ഇന്ദ്രണ്ണൻ ആദ്യമായിട്ടാണ് വൈദികനായിട്ട് അഭിനയിക്കുന്നത്. ഇത്രയും പഠിച്ചത് ഇന്ദ്രൻസ് ആദ്യമായിട്ടാണ് വൈദികനായിട്ട്. ഇല്ല. അതും എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ പിന്നെ സ്ഫടികത്തിലെ കരമനച്ചേട്ടൻ ചെയ്ത പോലെ വേറെ ലെവൽ അങ്ങനത്തെ അച്ഛന്മാരുണ്ട്. നമുക്ക് തോന്നും ശരി ഇങ്ങനത്തെ അച്ഛന്മാരുണ്ട്, ഏതാ ചില ഒരു ഇടി കൊടുക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു രസമുള്ള അച്ഛന്മാരില്ല. അങ്ങനെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് രഞ്ജിത്ത്, ഞാൻ പറഞ്ഞു രഞ്ജിത്തിൻ്റെ കാര്യം, രഞ്ജിത്ത്
ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ സെറ്റിലും ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ പിന്നെ അത് മഞ്ജു ഒരു കൂട്ടുകാരൻ്റെ മോനെ എങ്ങനെയാണോ കയറിയത് ആ രീതി തന്നെയാണ് സിനിമയിലെ പോലെ തന്നെയായിരുന്നു ഇതിനകത്ത് സെറ്റിലെ റിലേഷനും. സെറ്റിലും അല്ല അതിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ സിനിമയിൽ ഞാൻ കുറച്ച് കഥ കേട്ടപ്പം ഒരു മകനെ നിർബന്ധിച്ച് ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി ശ്രമിക്കുന്ന അച്ഛൻ, എന്നാൽ പോകാൻ താല്പര്യമില്ലാത്ത മകൻ, അതൊക്കെ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അത് ഒരു ഫാമിലിക്ക് വേണ്ടി തന്നെയാണ് ഈ സിനിമയുടെ യാത്രയെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. അതായത് ഞാൻ പറഞ്ഞില്ല, ഫാമിലി എല്ലാവരും എല്ലായിടത്തും അങ്ങനെയല്ലേ. ഇപ്പോൾ ഒരിക്കലും എനിക്ക് തോന്നുന്നു ലോകത്ത് മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചായ മക്കൾ പഴയ ജനറേഷനിലൊക്കെ കുറേ ഉണ്ടാവും. ഇപ്പം ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് സിനിമ പിന്നെ ചിലരുണ്ട് പഠിച്ചിട്ട് ആ അച്ഛൻ്റെ ഇഷ്ടം പോലെ പഠിച്ചാണല്ലോ പഠിച്ചു, ഇനിയിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് പോകുമെന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ സിനിമയിൽ തന്നെ എത്രയോ ഇപ്പോൾ എഞ്ചിനീയർമാർ ഒരുപാട് പേര് വന്നേക്കുന്ന എല്ലാം അവർക്ക് സിനിമ മനസ്സിലില്ലാഞ്ഞിട്ടല്ലായിരുന്നു അന്ന്. പക്ഷേ വീട്ടുകാരുടെ നിർബന്ധം പഠിക്കാതെയും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ രഞ്ജിത്തും അങ്ങനെ തന്നെയാണ്, റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആദ്യം നീ പഠിക്കാൻ പറഞ്ഞിട്ട് ഏതോ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തതിന് ശേഷമാണ് ഇതാ ഡിഗ്രി, ഇനി ഞാൻ അഭിനയിക്കുക എന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ രണ്ടും കേൾപ്പിച്ച് ഇറങ്ങിയേക്കുന്ന ആ ഒരു യാത്രയിൽ നിങ്ങളൊക്കെ കൂടി. പിന്നെ ഇതിനകത്ത് മനോജേട്ടനുണ്ട്, അതുപോലെ നമ്മുടെ ഡോക്ടർ റോണിയുണ്ട്. റോണി എന്ന കഥാപാത്രം ഒരു കർഷകൻ. അയാളുടെ പ്രവൃത്തിയാണ് ഹീറോയെ ഇൻസ്പയർ ചെയ്തത്. അയാൾ ഇതുപോലൊക്കെ ഒന്ന് ആകാൻ പറ്റി, നമുക്കങ്ങനെ തോന്നുമല്ലോ, ഇതുപോലൊക്കെ ഒന്ന് ആകാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക്. എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ മുണ്ടിയരുമ ഓടിക്കുന്ന കുട്ടപ്പായി. ഞങ്ങളുടെ നാട്ടിൽ ചങ്ങനാശ്ശേരി മുണ്ടിയരുമയ്ക്ക് പോകുന്നൊരു ബസ്സുണ്ട്. കുട്ടപ്പായി വണ്ടി ഓടിക്കുന്നതാണോ അല്ല വളമൊക്കെ ഇങ്ങനെ പഴയ പവർ സ്റ്റിയറിംഗ് അല്ല, നമുക്കൊരു കൊതി തോന്നുമായിരുന്നു. അന്ന് കുട്ടപ്പായി ആണോ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഏതാ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കാലത്തും അവർ ഹീറോ ആയിരുന്നു നമ്മൾ. അല്ല അങ്ങനെ ഒരുപാട് പേര് ഉണ്ടാവും. അങ്ങനെ റോഡിയുടെ കഥാപാത്രം ആണ് അങ്ങനെ ആഗ്രഹിക്കുന്നു ഒരു പക്ഷെ അതിന് അച്ഛൻ അല്ല അതിന് അതാണ് 23-ാം തീയതി തിയേറ്ററിൽ വരുമ്പോൾ കാണാൻ പറ്റും. സപ്പോർട്ട് എങ്ങനെയാണ് റോണിയായി മാറുമോ മകൻ, അതൊക്കെ അതെല്ലാം 23-ാം തീയതി അങ്ങോട്ട് മാറിയിരിക്കും. ഞാൻ കഥ പറഞ്ഞുതരാം. അല്ല 23-ാം തീയതി കാണാന്ന് പറഞ്ഞു. കണ്ടോ? ഞാൻ 23-ാം തീയതി കാണാന്ന് പറഞ്ഞു. പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞേക്കണം, കൊല്ലരുത് അല്ലേ? അതെ, അങ്ങനെ നമ്മൾ കൊല്ലോ ഇല്ല, നമ്മൾ കൊല്ലൂല്ല. മഞ്ജുവിനോട് ചോദിക്കേ, മഞ്ജുവിനെ ദൈവമേ ഒരു കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ. ജഡ്ജ് കഴിഞ്ഞിട്ട് വന്നോളൂ. മനോരമ കണ്ട നമുക്ക് മാർക്കിടാൻ വേണ്ടി ഇരിക്കണമല്ലോ ഇപ്പൊ ഇരിക്കുന്നത്. ഇല്ലില്ല, ഞാൻ വേറൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഈ പറഞ്ഞ കഥാപാത്രം, ഈ സിനിമയിലെ കഥാപാത്രം എന്ന് വെച്ചാൽ ഒരു മകൻ്റെ കൂട്ടുകാരനായി, അച്ഛൻ്റെ കൂട്ടുകാരനായി അങ്ങനെ നിൽക്കുന്ന ഒരു കുടുംബങ്ങൾ ഒത്തിരി ഉണ്ടല്ലേ, നമ്മുടെ എല്ലാ വിഷയങ്ങളും മറിഞ്ഞു പോകുന്ന കുടുംബം. ഇതിലേറ്റവും ഫീൽ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്യുമ്പം നമ്മളിലും ഇങ്ങനെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ എന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ മഞ്ജു ചേച്ചിക്ക്? അല്ല, ഇത് ആക്ച്വലി ഇത് അച്ഛനും അതായത് ജോണി ചേട്ടൻ്റെ ക്യാരക്ടറും എൻ്റെ ക്യാരക്ടറും, അതായത് ജോണി ചേട്ടന് കൂടുതലും പെൺപിള്ളേരായിരുന്നു ഫ്രണ്ട്സ്. കഥയിൽ പെൺപിള്ളേർ ഫ്രണ്ട്സ് ആയിരുന്നു. അതിൽ ഏറ്റവും അടുത്ത ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് ഞാനായിരുന്നു. വിഷമങ്ങൾ മുഴുവൻ പറയുകയും എന്നാൽ എനിക്ക് എടപ്പട എന്ന് വിളിക്കാൻ പറ്റുന്ന മരമോന്തേ മഴവാഴ എന്നൊക്കെ വിളിക്കുന്ന ഒരു ഫ്രണ്ടാണ്. അപ്പം എല്ലാ ദുഃഖങ്ങളും പറയുകയും മകൻ്റെ ദുഃഖങ്ങൾ വന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നൊരു ആത്മാർത്ഥ സുഹൃത്താണ്. എൻ്റെയും എനിക്കൊന്ന് മനോജിൻ്റെ ക്യാരക്ടറും ഞങ്ങളുടെ കല്യാണം നടത്തുന്നതും ജോൺ ചേട്ടൻ്റെ ക്യാരക്ടറാണ് കല്യാണം നടത്തി തരുന്നത്. അപ്പോൾ ഈ പറഞ്ഞൊരു പ്രണയം അങ്ങനെ കുറേ സംഭവങ്ങൾ ചെറുപ്പത്തിലേ ഉള്ളത് കാണിക്കുന്നുണ്ട് അല്ലേ, ചെറുതായിട്ട് കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ ക്യാരക്ടേഴ്സൊക്കെ വലുതായി കാണിക്കുന്നുണ്ടേ, ബാക്കി ഇതിലൊക്കെ കാണിക്കുന്നുണ്ട്. മാറി കുറേ സംഭവങ്ങളുണ്ട്, പറയാൻ പറ്റത്തില്ല, ഒരുപാട് പറഞ്ഞു വന്ന കഥയിലേക്ക് കിടക്കും. അപ്പം മകനോടുള്ള ചില ഇതിൽ ഞങ്ങളുടെ അവിടെ നിന്നുള്ളൊരു കളിയാക്കലിലൂടെയാണ് ഈ അച്ഛന് വാശി കയറിയിട്ട് മകൻ്റെ ജീവിതം അച്ഛനായിട്ട് മാറ്റിമറിക്കുന്നത്, ഞങ്ങളുടെ ചില കളിയാക്കലുകൾ. അപ്പം ഞാൻ പറയും അതായത് ഈ പുള്ളിക്കാരൻ മകനാണ് ഉൾക്കൊള്ളുന്നത്. അതെ, പുള്ളിക്ക് ഇതാവും വിഷമായിട്ട് പുള്ളി ഇത് പറയുമ്പോൾ മകൻ അത് ഏറ്റെടുത്ത് ഉൾക്കൊണ്ട് ചെയ്യുന്നതാണ് ടേണിംഗ് പോയിന്റ്. ഞങ്ങൾ മനഃപൂർവ്വം വേദനിപ്പിക്കുന്നതല്ല, കാരണം ഇവന്റെ സ്വഭാവം എനിക്ക് അറിയുള്ളൂ, ഈ ക്യാരക്ടറിനെ അറിയുള്ളൂ. ഇവനെ ഇതുപോലെ കളിയാക്കിയാലേ അവന് വാശി കയറുള്ളൂ. അതുകൊണ്ട് അങ്ങനെ അത്രയും മനസ്സിലാക്കിയ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. അപ്പോൾ ഇതിനകത്ത് വിഷമം എന്നൊരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളോടി സെറ്റപ്പിൽ ഒരു കഥ പറയുന്നുണ്ട് പുള്ളിക്കാരൻ്റെ.
പുള്ളിക്കാരൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് അറിയാമെങ്കിലും ആ വേദന രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോൾ പറയുന്നുണ്ട്. ഈ വെള്ളവടി സെറ്റപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 വൈൻ ഈ ലേഡീസ് ഫ്രണ്ട്സും കഴിക്കുന്നുണ്ട്. അതൊരു നമ്മുടെ ഈ നാട്ടിൻപുറത്തൊക്കെ കണ്ട ഈ അമ്മച്ചിമാര് 2 അടിച്ചിരിക്കുന്ന 2 അമ്മച്ചിമാരെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഈ പറഞ്ഞ പോലെ ഒരു സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു ഐക്യം, ഒരു സ്നേഹം, ഒരു നന്മ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുള്ള ഒരു ഈ ഗ്രാമത്തിന്റെ സാധാരണക്കാരുടെയൊക്കെ ഒരു കൊടുക്കൽ വാങ്ങല്, അതെ, ഒരു ഇഷ്ടം, സ്നേഹം, കരുതല്, ഇതൊക്കെ ഈ സിനിമയ്ക്കകത്ത് എല്ലാ ഈ സിനിമ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു ഗെറ്റ് ടുഗദർ വരും ഫ്രണ്ട്സിന്റെ എല്ലാം. ആ ഗെറ്റ് ടുഗദർ കഴിഞ്ഞിട്ട് എല്ലാവരോടും അന്ന് രാത്രി എൻ്റെ വീട്ടിൽ കിടക്കും. എന്നിട്ട് ഞങ്ങൾ പാട്ട് പാടും, വെള്ളമടിക്കും, ബഹളം. അതിനിടയിൽ പറയുന്ന അതിലല്ലാത്ത വേറെ സീൻ ഇതുപോലെ അതിനിടയിൽ പറയുന്നൊരു കുറച്ച് സംഭവങ്ങളുണ്ട്. അത് ജോണി ചേട്ടൻ പറയുന്നത് അത് ഭയങ്കര ഫീലുള്ളൊരു സംഭവം, ഭയങ്കര ഫീൽ ചെയ്യും നമുക്ക് ആ പറയുന്നത്. ഞാൻ പോവാടി എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഇറങ്ങി പോകും. ഇത് നമ്മളെ പറഞ്ഞില്ല, ഇപ്പം നമ്മളെ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ സിനിമയ്ക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അപ്പം പറഞ്ഞ ഏറ്റവും വിഷമം പിടിച്ച ഡയലോഗ് എന്നാന്ന് ചോദിച്ചാൽ, നിനക്ക് പോകുന്ന പൊക്കോ, പക്ഷെ നാളെ പരീക്ഷയാണ്. എന്നാ ഏതാ പോകുന്ന പൊക്കോ, ഇതെങ്ങനെ പോകും അല്ലേ? അതൊരു വല്ലാത്ത ഡയലോഗാണ് എന്ന് പറയുന്നതിലുള്ളൊരു അപ്പനും മോനും ഇല്ലേ. അപ്പൻ ഇഷ്ടമാണ്, എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്, പക്ഷെ അപ്പൻ്റെ രീതിക്ക് അനുസരിച്ച് ജീവിക്കടാ, നീ അങ്ങനെ ആവടാ, അങ്ങനെ ചെയ്യടാ എന്ന് പറയുന്നത്. അങ്ങനെ 100% ചെയ്യാൻ തയ്യാറായിട്ടുള്ള മകൻ. പക്ഷേ ഇവിടെയോ അവനും ഉണ്ടല്ലോ അവൻ്റെതായ വ്യക്തിത്വം, അവൻ്റെതായ ആഗ്രഹങ്ങളും. ഞാൻ പറയാം, അതുകൊണ്ട് സ്നേഹിച്ച് പരസ്പരം തോൽപ്പിക്കുന്ന സുഹൃത്തുക്കളും മാതാപിതാക്കളും ഒക്കെ അവർക്ക് ഒരു കഥ പറയുന്ന സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. എന്നാൽ ചില സമയത്ത് ഇവന്റെ സങ്കടങ്ങളൊക്കെ ഞാൻ പുല്ലുവിലയ്ക്ക് എടുക്കും. കാരണം എനിക്കറിയാം ഇത് ആ സമയത്ത് ഉള്ളൂ എന്നുള്ളത്. ഞാൻ വച്ചിട്ട് പോടാ എന്ന് പറയും. ഒത്തിരി പേര് ജീവിതത്തിലുണ്ട്. നമ്മളൊക്കെ വിളിച്ച് സങ്കടം പറഞ്ഞ പെട്ടെന്ന് ഇങ്ങനെ പറയുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. ആ സമയത്ത് പറഞ്ഞതായിരിക്കും, പിന്നീട് രാവിലെ അത് വേറെ രീതിക്ക്. ഇദ്ദേഹം ഇവിടെ ഭയങ്കര സീരിയസ് ആയിട്ട് എന്തോ കാര്യത്തിന് വിഷമിച്ചിരിക്കുമ്പോ ഞാൻ ഫോൺ ചെയ്തിട്ട് എന്റെ പച്ചക്കറിയുടെ ഒക്കെ കാര്യം ചോദിക്കുന്നു, എന്തോ സാധനം ചോദിക്കുന്നുണ്ട്. നീ വെച്ചിട്ട് പോ, നല്ല നീ വെച്ചേ എന്ന് പറയുമ്പോ അതാ ഞാൻ വലിയ കാര്യം ചോദിക്കുക, പുള്ളി നീ പള്ളിയിൽ പോയില്ലേ ഇങ്ങോട്ട് ചെയ്താ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു പിന്നെ മറ്റുള്ളവരെ കുറിച്ച് ഡയറക്ടർ സംവിധായകനെ കുറിച്ച് പറയണം. അപ്പോൾ ഡയറക്ടർ അരുൺ വൈകിയാണ്. അരുൺ വൈകി എനിക്ക് നല്ലൊരു കഥാപാത്രം ഗുണ്ടജനി തന്നതാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ട് കഥാപാത്രം. അതും ഇതുമായിട്ട് യാതൊരു സാമ്യവുമില്ല. അതൊരു ദുബൈക്കാരൻ ഇച്ചിരി ഒരു കോഴിയായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് പ്രേക്ഷക പ്രശംസ കിട്ടിയ, അഭിനയിക്കാനും പറ്റിയത് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ആർക്കും മനസ്സിലായില്ല. അല്ല എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാനത് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അന്ന് മുതലൊരു ആ സിനിമ ചെയ്യുമ്പോഴും നല്ലൊരു കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു. പിന്നെ അതിനോട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഈ സിനിമ വന്നു, ഇതിൽ കഥാപാത്രം ചെയ്യുന്നു. അരുൺ നന്നായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അരുൺ ഈ പറഞ്ഞത് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, രഞ്ജിത്തും സാരംഗി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ കുട്ടിയായിരുന്നു. അവരാണെങ്കിൽ താരതമ്യേന രഞ്ജിത്തും പുതുമുഖമാണ്. സാരംഗി ഈ പറഞ്ഞ അവരെയൊക്കെ നന്നായിട്ട് അരുൺ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അരുൺ ആഗ്രഹിച്ച രീതിയിൽ ബിഹേവ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. അരുൺ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാസ്റ്റിങ്ങിലും. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ ഇന്ദ്രണ്ണം വരുമ്പോൾ മഞ്ജു ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെയുള്ള കോമ്പിനേഷനൊക്കെ വരുമ്പോൾ ഭയങ്കര രസകരമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഓപ്പോസിറ്റ് ക്ലൈമറ്റൊക്കെ ഓർമ്മയുണ്ട്, ഭയങ്കര ചൂടും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര രസമായിരുന്നു. ഒരു ഈ പറഞ്ഞ പോലെ നമ്മൾ പഴയ 10ാം ക്ലാസ്സുകാരൊക്കെ വീണ്ടും കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് ശരിക്കും അനുഭവപ്പെട്ട ഒരു സിനിമയായിരുന്നു. ഈ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ടറായിരുന്നപ്പോൾ അസിസ്റ്റൻ്റായിരുന്നപ്പോഴൊക്കെ സീരിയലിലൊക്കെ അഭിനയിച്ച നായികയാണ്. ആ നായിക എന്ന് പറഞ്ഞിട്ട് ജോണി ചേട്ടനുണ്ട് അത്ര വർഷത്തെ ബന്ധമുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ഡയറക്ഷനിലേക്ക് ഒന്ന് മാറി സിനിമയിലേക്ക് വന്ന് നടനായി മാറി. ഇപ്പോൾ അറിയപ്പെടുന്ന ഏറ്റവും നല്ല നടൻ, നല്ല നല്ല സിനിമകൾ, കൈനിറിയ സിനിമകളും ആളുകൾ ചിരിപ്പിക്കുന്ന സിനിമകളായി. ഇനിയൊരു ഡയറക്ഷൻ എന്നുള്ള തിരിച്ചുപോക്കിനെ കുറിച്ച് ചിന്തിക്കുന്ന പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ചിന്തിക്കുന്നപ്പോൾ ഈ അഭിനയിച്ചു പോകുന്ന ഒരു സുഖം അത്രമാത്രം പിടിച്ചോ? ഞാൻ പറഞ്ഞു, ഇത് നമ്മളിപ്പോൾ ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ലോ നമ്മുടെ ലൈഫ്. ഇനിയിപ്പം പറയാൻ പറ്റുമോ സംവിധാനത്തിലേക്ക് തിരിച്ചു പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് ആ നിയോഗമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പോയി. എനിക്കൊരു സമാധാനം ഇവിടെ ഉണ്ടായ സിനിമയിലുണ്ടായാൽ മതി. അത് സംവിധായകനായോ നടനായോ ഇവിടെ ഉണ്ടാവണമെന്നൊരാഗ്രഹമുള്ളൂ. പിന്നെ ഇപ്പോൾ സംവിധാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരുപാട് നാളത്തെ ഒരു അധ്വാനവും ഒക്കെ അതുപോലെ നമ്മുടെ ഡെഡിക്കേഷനോടുകൂടി നിന്ന്, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ അവസാനം പോസ്റ്റർ ഒട്ടിക്കുന്നവരെ അതിൻ്റെ കൂടെ നിന്നിട്ട് പോരുന്ന ഒരു പ്രകൃത. കമ്പാരിറ്റീവ്ലി ഡയറക്ഷനെക്കാട്ടിലും എളുപ്പം ആക്ടിങ് ആണ് സുഖം. പിന്നെ റെഗുലർ ഇൻകം ഒക്കെ വരുന്നത് അഭിനയത്തിലാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നടക്കുന്ന ഒരു സംഭവം.
എന്നൊക്കെ ഉണ്ടല്ലോ. എന്താണ് മഞ്ജുവിന്റെ അടുത്ത് സംവിധാനത്തിലേക്ക് പോകുന്ന തള്ളി ആരാ? മഞ്ജു ഭയങ്കര ബുദ്ധിമതിയാണ്. എന്തൊരു ഇതാന്ന് നോക്കണം കേട്ടോ. നമ്മൾ അവിടെ നിന്നൊക്കെ പൈസ പോയി സംവിധാനം ചെയ്തോ വല്ലപ്പോഴേ പൈസ വരുള്ളൂ എന്നും പറയണം. ഇല്ല, മഞ്ജു ഭയങ്കര ബുദ്ധിമതിയാണ്. ഒരിക്കലും മഞ്ജു സംവിധാനം ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇനി സംവിധായികയായിട്ടുള്ള റോള് ചോദിച്ചാൽ ചിലപ്പോൾ ചെയ്തു അല്ലേ, അല്ലാതെ മഞ്ജു അതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതല്ലേ ബായി. നമ്മള് ഒരു ഡയറക്ടറുടെ ബുദ്ധിമുട്ട്, അയാളുടെ ഡെഡിക്കേഷൻ, എല്ലാം നമ്മൾ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തു, നമുക്കറിയാൻ പറ്റും. സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ അന്ന് ആ സിനിമ എങ്ങനെ ഉണ്ട് എന്ന് അറിയുന്നവരാ മനുഷ്യനെ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സും ടെൻഷനും ഇല്ലാത്ത അസുഖങ്ങളെല്ലാം വരും. ഈ ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചാൽ ഓടിയാൽ ക്രെഡിറ്റ്സ് പലരും കൊണ്ടുപോകും, ഓടിയില്ലെങ്കിൽ കംപ്ലീറ്റും റെസ്പോൺസിബിലിറ്റി അവൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കണം. അതാണ് അവസ്ഥ. അത് വലിയൊരു അവസ്ഥ തന്നെയാണ്. ഇവര് ഫ്രണ്ടിലേക്ക് പോലും വരുത്തുന്നില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് പോലും വരുത്തില്ലല്ലോ. അപ്പൊ ആരാണെങ്കിലും ആ ഒരു വേദന ഡയറക്റ്റ് ശരിക്കും ഉൾക്കൊണ്ട് വന്ന് സിനിമയ്ക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, നമ്മൾ പിന്നെ സംഭവിക്കേണ്ടതാണല്ലോ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സിനിമ എടുത്ത് ആ സിനിമ വിജയിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം നമ്മൾ 100 സിനിമയിൽ അഭിനയിച്ചാൽ കിട്ടില്ല. ഉറപ്പാണ്. ഒരുപാട് എഫർട്ട് എടുത്തിട്ടൊരു പടം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ക്രൂവിനെ കൺട്രോൾ ചെയ്ത് ഒരു സബ്ജക്റ്റ് കണ്ടെത്തി അത് മേക്ക് ചെയ്ത് പെർഫോം ചെയ്യിച്ച് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ കണ്ട് ഗംഭീരം, അല്ലെങ്കിൽ ആ നിർമ്മാതാവിന് പൈസ കിട്ടിയെന്ന് പറയുന്നൊരു സന്തോഷം വേറൊരു സന്തോഷമാണ്. നിങ്ങൾ കുറേ നാളുകളായുള്ള സൗഹൃദമുള്ള ആളുകളാണ്. പല സിനിമകളും ഒരുമിച്ച് അഭിനയിച്ച് പറഞ്ഞുള്ള തുടക്കം മുതലുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ സൗഹൃദത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന സംഭാഷണങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സംഭാഷണങ്ങൾ വരും. അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയാണ് രണ്ടുപേരും ഹാൻഡിൽ ചെയ്യുന്നത്? അങ്ങനെ ഇഷ്ടമില്ലാത്ത സംഭാഷണങ്ങൾ ഞങ്ങൾ സംസാരിക്കാറില്ല. പൊതുവേ ഞങ്ങൾ സംസാരിക്കുക സിനിമയെക്കുറിച്ച് തന്നെയായിരിക്കും ഏറ്റവും, പിന്നെ ഫാമിലിയെക്കുറിച്ചും അങ്ങനെയൊക്കെ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ. അല്ലാതെ അല്ലേ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കും. മഞ്ജു ഈ പറഞ്ഞ പോലെ പിന്നെ സെറ്റിലെ ഒരു പ്രാവശ്യം ബിരിയാണിയൊക്കെ അപ്പോൾ ഞാനാണ് അവൻ്റെ അടുത്ത് ബിരിയാണി ഉണ്ടോ, നല്ല ബിരിയാണി വരുത്തുകയും എൻ്റെ ഹൗസ് വാമിങ്ങിനൊക്കെ മഞ്ജു വന്നു. നമ്മളെ എങ്ങനെയാണ് ഞാനിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനോട് എന്താണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നുള്ള ധാരണ എനിക്കും ഉണ്ട്, മഞ്ജുവിനും ഉണ്ട്. തീർച്ചയായും അതിൻ്റെ എല്ലാ സ്നേഹത്തോടെയും സ്വാതന്ത്ര്യത്തോടുകൂടിയും ഞങ്ങൾ സംസാരിക്കുന്നു. പിന്നെ ചിലപ്പോൾ ഒരേപോലത്തെ മീൻസ് ഒരേ സിനിമകൾ 2-3 അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ ഡേറ്റ് അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യും. എനിക്കത് തീർത്താൽ എനിക്ക് അത് ചെയ്യാൻ പറ്റുമോ, ഒന്ന് വരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാം, ഒരു മഞ്ജു നല്ലൊരു സുഹൃത്താണ്, നല്ലൊരു സ്ത്രീയാണ്. ചേട്ടാ താങ്ക് യു ചേട്ടാ. അത് ഭയങ്കരമായിട്ട് അല്ല, അതൊരു ഏതൊരു സ്ത്രീയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് ചേട്ടൻ പറഞ്ഞത്. അവർ നല്ലൊരു സ്ത്രീയാണ് എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. ചുരുക്കം അങ്ങനെ പറയാറുള്ളൂ, വളരെ ചുരുക്കം എന്നെ കുറിച്ച് പറയാറുള്ളൂ. എന്നെ അറിയാവുന്നവർ എന്നെ കുറിച്ച് പറയാറുണ്ട്, അറിയാത്തവർക്ക് എന്തും പറയാം. അല്ല, മഞ്ജു ഇപ്പം ചാനൽ ഷോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, കൂടെ ഇരിക്കുന്നവരെയും വരുന്നവരെയും എല്ലാം മഞ്ജു ഒരു ബ്രദർലി, മഞ്ജു ഭയങ്കരമായിട്ട് എന്നാ പറഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിച്ചു. മഞ്ജു ആരെയും വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ പെർഫോം അങ്ങനത്തെ ഒന്നും മഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് 2 പെങ്ങന്മാരുള്ളൂ, അതും 11-14 വയസ്സ് വ്യത്യാസമാണ് എൻ്റെ പേരെ മൂത്ത പെങ്ങന്മാർ. അതുകൊണ്ട് ഒരുപാട് സ്നേഹം കിട്ടി വളർന്നയാളെ. എനിക്ക് മഞ്ജുവിനെ കാണുമ്പോൾ തോന്നുന്നു വെച്ചാൽ ചിലപ്പോൾ ഒരേ പ്രായത്തിൽ എന്നാലും ജൂനിയറോ സീനിയറോ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ അല്ലല്ല ജൂനിയറാ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്കൊരു വഴക്ക് പിടിച്ച് സ്നേഹിച്ച് പോകുന്ന ഒരു സ്ത്രീയായിട്ട്, ഒരു സിസ്റ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, അങ്ങനെ ഉള്ളപ്പോഴാണ് നമുക്ക് അടുപ്പം തീർച്ചയായും. അല്ല, അങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ, നമ്മളൊരു കല അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോൾ നമുക്കത് ഈസി ആയിരിക്കും. കാരണം എനിക്കറിയാം ജോണി ചേട്ടൻ എന്താണ് അല്ലെങ്കിൽ ജോണി ചേട്ടൻ അറിയാം ഞാൻ എന്താണ് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ബോണ്ടിങ് വരും. നമുക്ക് സിനിമയിൽ ആദ്യം വേണ്ടത് ഒരു ഐക്യമാണ്, ഒരു കെമിസ്ട്രിയാണ്. അത് ഞങ്ങൾ രണ്ടുപേരും സിനിമ ചെയ്യുമ്പോൾ കിട്ടാറുണ്ടെന്നുള്ളതാണ്. ഒരു സംവിധായകൻ എന്ന നിലയിലേക്ക് പിന്നീട് സിനിമയിലേക്ക് വന്നു. ഹോമിലൊക്കെ നല്ല വേഷമാണ് എടുത്തത്. ഹോമിലേക്കൊക്കെ വരുമ്പോൾ ആ തുടക്കം എന്ന നിലയിലേക്ക് തന്നെയാണ് ജോണി ചേട്ടൻ വരുന്നത്. അത്തരം ഒരു അഭിനയത്തിലേക്ക് വന്നപ്പോൾ മഞ്ജു ചേച്ചിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നല്ലോ, ജോണി ചേട്ടൻ നല്ലൊരു ആക്ടറാണെന്നുള്ള കാഴ്ചപ്പാട് നേരത്തെ തന്നെ ഉണ്ടാകാം. പക്ഷേ അങ്ങനെ വന്നു കഴിയുമ്പോൾ സിനിമയിലേക്ക് തുടരെ പല സീനുകളും ചെയ്തിരുമ്പോൾ മഞ്ജു ചേച്ചി എന്താണ് തോന്നാറുള്ളത് ജോണി ചേട്ടൻ്റെ അഭിനയത്തെക്കുറിച്ച്? അല്ല, ജോണി ചേട്ടൻ ആദ്യം ഹോമിലേക്ക് ഹോമിന് മുമ്പ് ചെയ്തില്ല ചേട്ടാ? നമ്മളൊന്നും ചെയ്തില്ല. അല്ല ചേട്ടൻ ചെയ്തില്ലേ? ചെയ്തു. ഞാൻ അതിന് മുമ്പ് 2-3 അതായത് ഇറങ്ങിയ 2-3 പടമേ ഉള്ളൂ ഇറങ്ങിയതാ. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു നല്ല ഡയറക്ടർക്ക് നല്ലൊരു ആർട്ടിസ്റ്റാണ്.
ഇപ്പോൾ ഫാസിൽ സാറൊക്കെ അഭിനയിച്ച് കാണിച്ചു കൊടുത്താണ് സീനുകൾ ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസിനെ പഠിപ്പിക്കുന്ന മീൻസ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരുവിധം ഡയറക്ടേഴ്സ് എല്ലാവരും, ഒരു 95% ഡയറക്ടേഴ്സ് എല്ലാവരും നല്ല ആക്ടേഴ്സാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ഡയലോഗ് മോഡുലേഷൻ, അവർ നമുക്ക് ഡയലോഗ് പറഞ്ഞു തരും, ചേച്ചി ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർ നമ്മളോട് പറയുമല്ലോ. അവരുടെ ഡയലോഗ് മോഡുലേഷനും കാര്യങ്ങളും കേൾക്കുമ്പോൾ അറിയാം അവർക്കും അതിനുള്ള കഴിവുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാം. അതിപ്പം ജോണി ചേട്ടൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അത് ഞാൻ നടനാകാൻ കാരണം ഈ തോപ്പിൽ ജോപ്പൻ എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഞാനീ വരുന്ന എല്ലാവരുടെയും അറിയാതെ മമ്മൂക്കയെ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. അറിയാതെ ചിലപ്പം പുള്ളിയുടെ നോട്ടം നോക്കുമ്പോൾ ഞാൻ പയ്യൊക്കെ മാറും. മമ്മൂക്ക ഷൂട്ടിന് വരുന്നതിന് മുമ്പൊക്കെ. അപ്പം ഒരു വരുന്ന പുതുമുഖങ്ങളാണെങ്കിലും എല്ലാവരും ഞാൻ അഭിനയിച്ച് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒരു ആഗ്രഹം, അങ്ങനെ പോസ്റ്റർ ചെയ്തിട്ട് നടന്നു വരിക അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അതിനകത്ത് പുതുമുഖങ്ങളുണ്ട്. അതിനകത്ത് മമ്മൂക്കയുടെ ചെറുപ്പം ചെയ്യുന്നത് ഒരു പയ്യൻ എൻ്റെ ആദ്യമായിട്ട് അഭിനയിക്കുക. അവനെയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ അഭിനയിച്ച് കാണിച്ചത് കുറേ രസമായിട്ട് അത് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്നോട് അത് കഴിഞ്ഞപ്പോഴാണ് എപ്പോഴും ഈ നിഷാദ് കോയ റൈറ്ററായിരുന്നു. അപ്പോൾ കോയ എപ്പോഴും പറയും, ചേട്ടൻ അഭിനയിക്കട്ടോ, ചേട്ടന് പറ്റും, ചേട്ടൻ എന്തിനാ ചേട്ടൻ കിടന്ന് പെടാപ്പാട് വിടുന്നത്, അഭിനയിച്ചുകൂടെ. അങ്ങനെയാണ് കോയ ശിക്കാരി ശംഭു ചെയ്യുമ്പോൾ കോയയും പിന്നെ ലോറൻസ് ചേട്ടൻ എന്നൊരു എൻ്റെ സുഹൃത്തായിരുന്നു അതിൻ്റെ നിർമ്മാതാവ്, പിന്നെ സുഗീത് ഡയറക്ടർ. ഇവർ 3 പേരുടെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ അച്ഛൻ വേഷം പോയി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അഭിനയിപ്പിക്കൽ കണ്ടിട്ട് എന്നെക്കൊണ്ട് അഭിനയിപ്പിച്ചതാണ് കോയ. അതാണ് എൻ്റെ ടേണിംഗ് പോയിൻ്റ് ആയത്. അപ്പം ഈ പറഞ്ഞ പോലെ മഞ്ജു പറഞ്ഞ പോലെ സംവിധായകരിലൊരു നടനുണ്ട്, പിന്നെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാതെ ശരിയും തെറ്റും കൃത്യമായി പറയുന്ന സംവിധായകരുമുണ്ട്. അതല്ലേ അതല്ല എന്ന് പറഞ്ഞ സുഖം അറിയാതെ വന്നു പോയി. ഇപ്പം ജോഷ് സാർ ഒരിക്കലും അഭിനയിച്ച് കാണിച്ചു കൊടുക്കില്ലെന്നാണ് പറയുന്നത്. പക്ഷെ സാറ് കൃത്യമായിട്ട് പിടിക്കും. നീ എത്രയും അപ്പോൾ വേണ്ട അത് കുറച്ചോ. അത് എന്നോട് പല ആർട്ടിസ്റ്റുകളും പറയാറുണ്ട്. ഞാൻ ഇതുവരെ പുള്ളിയുടെ സംവിധാനത്തിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷേ പുള്ളിയുടെ സിനിമകൾ ശ്രദ്ധിച്ച് നായകനായാലും വില്ലനായാലും പ്രതിനായകനായാലും ആരായാലും അത് കൃത്യമായിട്ട് അഭിനയിക്കുന്ന കാണാം. അപ്പോൾ കാണിച്ചു കൊടുക്കാതെയും അഭിനയിപ്പിക്കുന്ന സംവിധായകരുണ്ട്. ഇപ്പോൾ സിബിൽ സാർ അങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാറില്ല. ഇപ്പോൾ സിബിൽ സാറിൻ്റെ പടങ്ങളിൽ എന്ത് ഗംഭീര പെർഫോമൻസുകളാണ് ഉണ്ടായേക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് ഈ ഫാസിൽ സാറൊക്കെ. ഫാസിൽ സാറിനെ കുറിച്ചാണ് പണ്ട് പോലെ, ഫാസിൽ സാർ എനിക്ക് തോന്നുന്നു പണ്ട് പോലെ ഈ പുതുമുഖങ്ങളെ വെച്ച് സംവിധാനം ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് അതൊരു ആവശ്യമായിട്ട് വന്നു. ഒരുപക്ഷെ അദ്ദേഹം തിലകഞ്ചേട്ടനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അതൊരു സംവിധാനം വേണം, അവൻ്റെ ഒരു ധാരണ ഉണ്ടാവണം. പിന്നെ മഞ്ജുവിനോട് എനിക്ക് മഞ്ജു ചിലപ്പം നമ്മൾ ചില ഷോട്ട് ചില ഡയലോഗ് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ പെട്ടെന്ന് പറയും, ചോദിച്ചിട്ട് അത് ഭയങ്കര രസമായിരുന്നു അത് എന്ന് പറയും. അത് പിന്നെ ഡബ്ബിങ്ങിന് കഴിയുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും, അത് നല്ല രസമുണ്ട് കേട്ടോ. ഞാനും മഞ്ജുവിൻ്റെ ചില കുഞ്ഞു മാനസുണ്ട്. ഇപ്പം നാട്ടുമ്പുറമൊക്കെ ചെയ്യുമ്പോൾ മഞ്ജു കാണിക്കുന്ന ഒരു നാടൻ സ്ത്രീയാകാൻ മഞ്ജുവിൻ്റെ ചില കുഞ്ഞു പൊടിക്കൈകളുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ഒരു ചക്ക വെട്ടിയിടാൻ പോകുമ്പോൾ ഉള്ള ഒരു സ്ത്രീയുടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ മഞ്ജു ഭയങ്കരമായിട്ട് പകർത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, മഞ്ജു ആരുടെ രക്തമാണ് മഹാനായ എസ് പി പിള്ള സാറിൻ്റെ പിൻഗാമികൾ. തീർച്ചയായിട്ടും ഭയങ്കര മഞ്ജുവിനെ പോലെ ആർട്ടിസ്റ്റിനോടെ അഭിനയിക്കുന്നതും മഞ്ജുവിനെ പോലെ ആർട്ടിസ്റ്റിനെ വെച്ച് സംവിധാനം ചെയ്യിക്കുന്നതും ഒക്കെ തീർച്ചയായിട്ടും ഒരു സിനിമയുടെ സംവിധായകൻ്റെയും കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളിലേക്ക് ഒരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും ഈ ജോണി ചേട്ടൻ പറഞ്ഞ പോലെ ഇനിയും കുറേ സംവിധായകരുണ്ട്. ജോണി ചേട്ടൻ അഭിനയിക്കാത്ത സംവിധായകരുണ്ട്. ജോണി ചേട്ടൻ്റെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ജോയ് സാറിൻ്റെ പേര് എടുത്തു പറഞ്ഞു. അങ്ങനെ ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. അവരെയൊക്കെ സമീപിക്കുമോ അതോ എനിക്കൊരു വേഷം വേണം അങ്ങനെ സമീപിക്കുക അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ? ജോഷ് സാർ എന്നെ ഒരു ദിവസം പുള്ളി ഒരു കോൾ കിടക്കുന്നുണ്ട്. അപ്പം പുള്ളി വിളിച്ചിട്ട് എനിക്ക് എന്തോ അപ്പം ഞാൻ തിരിച്ചു വിളിച്ചു, സാർ എന്താ? പുള്ളി പാൽത്തോ ജാനുവറി കണ്ടിട്ട് ഭയങ്കര രസമായിട്ടുണ്ട്, നീ നല്ല ഗ്രോത്ത് നിനക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ പുള്ളി പണ്ടും അങ്ങനെയാണ്. സിനിമ കണ്ടിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്ത സിനിമ കണ്ടാലും ഇഷ്ടപ്പെട്ട പുള്ളി വിളിക്കും. പുള്ളിക്ക് അത് വലിയ എന്നെന്നല്ല അങ്ങനെ ഒരുപാട് പേരെ വിളിക്കും. ഒരുപാട് ക്വാളിറ്റി ഉണ്ട് അത് പുള്ളിക്ക്. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, എനിക്കൊരു സാർ എന്നെ അടുത്ത പടത്തിന് വിളിക്കണേ, എനിക്കൊരാഗ്രഹമുണ്ട്, കൊതിയുണ്ട്. നമ്മൾ അതുപോലെ തന്നെ ഹരൻ സാറ്, ഹരിഹരൻ സാറ്, എനിക്ക് പുതിയ ജൂനിയേഴ്സ് എൻ്റെ മനസ്സിലെ നമ്മൾ ഇതായിട്ട് നിന്നിട്ടുള്ള ആളുകളില്ലേ, അവർ വിളിച്ചിരുന്നെങ്കിൽ, എനിക്ക് ഐവിഷ് സാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പടത്തിന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഓർക്കും. പിന്നെ നമ്മുടെ സിബിൽ സാറിൻ്റെ കൂടെ പടത്തിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹമാണ്. ഇപ്പം കമൽ സാറിന് ഞാൻ അഭിനയിച്ചു. ഈ പറഞ്ഞ ആൾക്കാരുടെ കൂടെ ഞാൻ ജോഷി സാർ ചോദിച്ചാൽ എല്ലാവരുടെ സത്യൻ സാറുണ്ട്, സിബി സാറുണ്ട്. സത്യൻ സാറും ഈ പറഞ്ഞ സത്യൻ സാറിൻ്റെ മകനാണ് എനിക്ക് വലിയൊരു ബ്രേക്ക് തന്നത്, ഇത് പറഞ്ഞ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനത്തെ ലെജൻസിൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ചോദിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഡയറക്ടർ ആയതുകൊണ്ട് അതിൽ ചാൻസ് ചോദിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. ജോഷി സാറിനൊന്നും ചോദിക്കുന്നത് തെറ്റല്ല. പിയുടെ ബ്ലെസ് ചെയ്യും. ഒരു ദിവസം ഞാൻ കോഴിക്കോടുള്ളപ്പോൾ
പെട്ടെന്ന് ഞാൻ ട്രൈപ്പൻ്റെ ഹോട്ടലിൽ താമസിക്കും. റൂം കൊണ്ട് നോക്കുമ്പോൾ ബ്ലെസ്സിങ്. അപ്പോൾ ഞാൻ വിശ്വസിക്കാതെ സംവിധായകൻ എൻ്റെ ഈ ചെറിയ മുറിയിലേക്കെന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ആരോട് ചാൻസ് ചോദിച്ചിട്ടില്ല, ആദ്യമായിട്ട് ചോദിക്കുക, എനിക്കൊരു വേഷം തരണം. തരാം, നോക്കട്ടെ, എഴുതട്ടെ. ഇപ്പോഴും ഞാൻ കാണുമ്പോൾ ചോദിക്കും മറ്റേത്. അപ്പോൾ അങ്ങനെ ഞാൻ പറയാം, ഒരു സീനിയറായിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും പടത്തിൽ അഭിനയിച്ചെന്ന് നാളെ പറയിപ്പിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അതുണ്ടാവും, വൈകാതെയായിട്ടുണ്ടാവും. അച്ഛൻ വേഷങ്ങളിലേക്കാണ് കൂടുതൽ ഇപ്പോൾ സെലക്ട് ആയത്. അച്ഛൻ വേഷം എന്നതിൽ എത്രയോ പ്രത്യേക സിനിമകള് ഇല്ല. ഇപ്പം പ്രിൻസ് ആൻഡ് ഫാമിലിയില് അല്ല, അത് ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സിൻ്റെ ഇതാണ്. അച്ഛൻ വേഷങ്ങളാണ് കൂടുതൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോണിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അല്ല ഓക്കെ, അച്ഛൻ വേഷങ്ങളാണ് കൂടുതൽ കൈകാര്യം ക്യാരക്ടർ റോൾസ് ആണ്. അതിന് കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ ഇത് പണ്ട് ഇപ്പം പിന്നെ ശങ്കരാടി ചേട്ടൻ അല്ലെങ്കിൽ ഇന്നസെൻ്റ് ചേട്ടൻ, തിലകൻ ചേട്ടൻ ഇവരൊക്കെ അച്ഛന്മാരായിട്ട് അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനത്തെ ഒരു അച്ഛൻ വേഷം അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അത് അങ്ങനെ ആയത്. അതിൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ പറച്ചിൽ വരുന്നതാണ്. ഇപ്പം ഞാൻ ജോൻ ജോ എന്ന് പറഞ്ഞ സിനിമയിൽ ആ കുട്ടിയോട് പറഞ്ഞ ഡയലോഗുണ്ട്, നീ വിചാരിക്കുന്നത് രഞ്ജി പണിക്കരെ പോലെയും സിനിമയിൽ ലാലു ലക്ഷ്മണനെ പോലെയും അത്ര നല്ല തന്തയൊന്നും അല്ല ഞാൻ എന്ന് പറഞ്ഞ ഞാൻ പിന്നീട് എല്ലാവരുടെയും തന്തയാകേണ്ടി വന്നു. അതെ, അപ്പം അച്ഛൻ വേഷം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. വലിയ കാര്യമില്ല, അച്ഛനൊരു കുടുംബത്തിൽ കിട്ടുന്ന സ്ഥാനം വേറെ എവിടെ കിട്ടും? ഏത് സിനിമയിലും അച്ഛനെ മാറ്റി നിർത്തുമോ? ഒരു സിനിമയിലും ഒരു പ്രാധാന്യം ഇല്ലെങ്കിലും കല്യാണം നടക്കുക, ഇങ്ങനെ വേണ്ട കൈപിടിച്ച് കൊടുക്കാൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അച്ഛമ്മോ അച്ഛനായിരുന്നു വളരെ നല്ലതാണ്. പിന്നെ നല്ല പിള്ളേരുടെ അച്ഛനായിരിക്കണം, അല്ലാതെ വില്ലന്മാരുടെ അച്ഛനൊക്കെ ആയിട്ട് മറ്റേ പടത്തിൽ പ്രതാപേന്ദ്രൻ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ആകരുത്. ബുദ്ധിപരമായിട്ടുള്ള നീക്കം കേട്ടോ. അപ്പോൾ അച്ഛൻ സ്ഥാനം ഒരിക്കലും സിനിമയിൽ നിന്ന് പോവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചേക്കണത്. എന്തായാലും പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടു. മഞ്ജു ചേച്ചി, നിങ്ങൾ രണ്ടുപേരും അഭിനയം ഗംഭീരമായിട്ടുണ്ട്. ഇല്ല എന്ന് പറയാനുള്ള ഗംഭീര സിനിമയായിട്ട് ഓടുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തമായ റോളുകൾ കൈകാര്യം ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സിനിമ കണ്ടിട്ട് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു നാടൻ പെൺകുട്ടിയായിട്ട് മഞ്ജു ചേച്ചി വന്നാലും നാടൻ സ്റ്റൈലിൽ വന്നാലും അതും ഈ സിനിമയിൽ അങ്ങനെ ഒരു നാടൻ രീതിക്ക് അഭിനയിച്ച ഒരു സിനിമയാണ്. ഗംഭീര സിനിമയാണ് കേട്ടോ, പറയാതിരിക്കാൻ. രണ്ടുപേരും നല്ല പെർഫോമൻസാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സിനിമ കണ്ടപ്പം അന്ന് ഇത് ഇങ്ങോട്ട് പറയുമ്പോൾ ഒന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇനിയുള്ളൊരു യാത്രയുണ്ട് മഞ്ജു ചേച്ചിയുടെ യാത്ര. ഇനിയും സിനിമകൾ ചെയ്യണം, സിനിമകളിൽ ഒത്തിരി യാത്ര ചെയ്യണം. എനിക്കൊന്നും നല്ല നല്ല സീനുകളൊക്കെ ചെയ്തു പോകുന്ന ഒരു മഞ്ജു ചേച്ചിക്ക് ഇനിയൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ തേടി വരും എന്ന് പറയുന്നതല്ല, നമുക്ക് ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹങ്ങളുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കഥാപാത്രം ഇനി എനിക്കത് ചെയ്താൽ കൊള്ളാം, ഇനി അങ്ങനെയൊന്ന് വന്നാൽ കൊള്ളാം എന്ന് തോന്നുന്നത് എന്തായിരിക്കും? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഞാൻ എന്ത് ഇത് റോള് വന്നാലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ചെയ്യുള്ളൂ. അതിപ്പോൾ എന്ത് റോൾ, എനിക്ക് അങ്ങനെ ആഗ്രഹം അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷേ എന്ത് ചെയ്താലും ഞാൻ പറഞ്ഞിരുന്നു, ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നെന്ന് തോന്നുന്നു, എനിക്കൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യണം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാരക്ടറിലേക്ക് നമ്മൾ തേടി പോകേണ്ടി വരുമോ? നമ്മൾ തേടി വരുന്നില്ലല്ലോ. തേടി വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ ഈ ചേട്ടൻ പറഞ്ഞല്ലേ. അതായത് ഹോം എന്ന് പറഞ്ഞ സിനിമ ഇതായി കഴിഞ്ഞപ്പോൾ എല്ലാം ഒരു പാവപ്പെട്ട അമ്മ, ഒരു കഷ്ടപ്പെടുന്ന ദാരിദ്ര്യമായ ഒരു അമ്മയുടെ വേഷങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമയിൽ നിവിൻ്റെ അമ്മയായിട്ട് ചെയ്ത് ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ആ അമ്മ വേഷങ്ങൾ പാവപ്പെട്ട ദാരിദ്ര്യമായിട്ടാ, എൻ്റെ മുഖത്ത് അത്ര ദാരിദ്ര്യ ലുക്കാണോന്ന് എനിക്കൊരു സംശയം വന്നുപോയി. വരുന്ന മുഴുവൻ ദാരിദ്ര്യം പിടിച്ച അമ്മയാണ്, കഷ്ടപ്പെടുന്ന അമ്മ, തയ്യൽ മെഷീൻ ചവിട്ടി കഷ്ടപ്പെടുന്നു, അത് എല്ലാം അങ്ങനെ ദാരിദ്ര്യം ഇങ്ങനെ കിടന്ന് കളിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പയ്യെ അതങ്ങ് നിർത്തി. കാരണം വേറൊന്നുമല്ല, എനിക്ക് ടൈപ്പ് കാസ്റ്റ് ആയി പോകാനുള്ള ഒരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് അമ്മ വേഷങ്ങൾ ഇഷ്ടമാണ്. അമ്മ വേഷങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ ചെയ്ത സിനിമയിലൊക്കെ അല്ലേ, നമ്മൾ ഓ മൈ ഡാർലിങ്ങിലെ അമ്മയായിരുന്നു. അത് പക്ഷേ നല്ല രസമുള്ളൊരമ്മയാണ്. പിന്നെ സ്വർഗത്തിൽ ഒരമ്മയാണ്, അതിലും ഈ പറഞ്ഞ പോലെ നല്ല ക്യാരക്ടറായിരുന്നു എനിക്ക് അതിനകത്ത്. പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ അമ്മയല്ല, പക്ഷെ നല്ല ക്യാരക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ വന്നാണ് നെഗറ്റീവ് ഷേ വരും, തേടി പോകേണ്ടതൊന്നുമില്ല. വരും ഉറപ്പായിട്ടും ഉടനെ വരും. ഉറപ്പായിട്ടും അത് ജോണിച്ചേട്ടൻ്റെ അല്ല ഇപ്പം മഞ്ജു ഇത് പറഞ്ഞു തന്നെ. കാരണം ഇത് കാച്ച് ചെയ്യുന്നവർ ചിലപ്പം മഞ്ജുക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഇനി എഴുതുമ്പോൾ അവർ ശ്രദ്ധിക്കും. അത് അല്ല, പെർഫോം ചെയ്താൽ ആ റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുണ്ടല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും അല്ല ഞാൻ പറയാം മഞ്ജു അത് നെഗറ്റീവ് ഷെയ്ഡ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ചേട്ടാ മറ്റു വയലൻസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇവരെ കണ്ടു കഴിഞ്ഞാൽ തോന്നരുത് ഇവര് പക്ഷെ ഭയങ്കര അവർ മെയിൻ വില്ലത്തി അവരായിരിക്കണം. അങ്ങനത്തെ ഒരു മോൾഡ് ചെയ്ത ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വരും, ചെയ്യും. അത് വരട്ടെ, അതിന് നമുക്ക് കാത്തിരിക്കാം. ചെയ്ത സിനിമകളിലൊക്കെ വളരെ സന്തോഷവാനാണ്, ചെയ്തു വെച്ച സിനിമകളിലൊക്കെ വളരെ സന്തോഷമാണ്. ഇപ്പോൾ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലേ.
ഒരു സംവിധായകൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ജോണി ചേട്ടൻ ഒരു സംവിധായകനാണ്, ആ സംവിധായകൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കുറച്ച് സജഷൻ പറയാൻ കാണുമല്ലോ, ഒരു പുതിയ സംവിധായകൻ ആരോടും അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടാവും എപ്പോഴും? ഞാനൊരിക്കലും ഒരു സജഷൻ അടിച്ചേൽപ്പിക്കാറില്ല. ഞാനത് നൈസായിട്ട് പറയും. ഇതിലിപ്പോൾ എനിക്ക് അതുപോലെ പറയണമെന്ന് തോന്നുന്നത് അവരത് ചിലർ സ്വീകരിക്കും, ചിലർ അതിൻ്റെ ചേട്ടാ ഇങ്ങനെ ചെയ്താൽ, കാരണം ടോട്ടാലിറ്റി എനിക്കറിയില്ലല്ലോ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കുഴപ്പമുണ്ട് അതുകൊണ്ട് അത് ഉപയോഗിക്കുക, അങ്ങനെ പറയുന്നവരുമുണ്ട്. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ നൈസായിട്ട് ഒതുക്കത്തിൽ ആരെ ഹർട്ട് ചെയ്യാതെ പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ ഒരു പരിധിവരെ പുതിയ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഞാൻ അഭിനയിച്ച പടങ്ങളിൽ ഇപ്പം 200 പടത്തിൽ അഭിനയിച്ചെങ്കിൽ 100 പുതിയ ഡയറക്ടേഴ്സാണ്. അപ്പോൾ പുതിയ ഡയറക്ടേഴ്സാണ് എന്നെ കൂടുതലും വിളിക്കുന്നത്. അപ്പം ഇവരെല്ലാവരും എന്നോട് ഞാൻ ഇവരുടെ പടങ്ങൾ ഇവർക്ക് പടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ അരുണിൻ്റെ തന്നെ 2ാമത്തെ സിനിമ ഞാനാണ്. അപ്പോൾ അവരുമായിട്ടൊരു ബന്ധം ഞാൻ എപ്പോഴും സൂക്ഷിക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. നമ്മളൊരു മനുഷ്യനെ അളക്കുന്നത് എങ്ങനെയാണ്, ഒരു ചിലപ്പോൾ അവർ കഴിവുകൾ ഓരോ മനുഷ്യർക്ക് വ്യത്യസ്തമാണ്. ഒരു കഴിവുകൾ ചിലപ്പം ഒരാൾക്ക് ചിലപ്പോൾ ഇന്ന കഴിവായിരിക്കില്ല, ഒരാൾക്ക് വേറൊരു കഴിവായിരിക്കും. പക്ഷേ ഞാൻ ഇതുവരെ ചെയ്ത ഡയറക്ടേഴ്സിനുമൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് നല്ലൊരു എല്ലാവരും എന്നെ കെയർ ചെയ്തിട്ടുണ്ട്, സ്ഥാനം തന്നിട്ടുണ്ട്, അതിൽ വളരെ ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു പരിധിവരെ ഈ സിനിമയിൽ നമ്മൾ പണ്ട് ഒരുപാട് എഫർട്ടും കഷ്ടപ്പെടുന്നുണ്ട്. അതിനൊക്കെ എനിക്കൊരു തിരിച്ചൊരു പ്രതിഫലം തന്നുള്ള രീതിയിൽ ഞാനൊരു ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ തൃപ്തനാണ്. നമുക്ക് തൃപ്തിയില്ലായ്മയൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വേഷങ്ങൾ, ചില നല്ല വേഷങ്ങൾ വന്നിരുന്നെങ്കിൽ ചില ക്യാരക്ടർ അതൊക്കെ ഭാഗ്യമാണ്. അതും നമ്മൾ ചിലപ്പോൾ അവർക്ക് അയ്യോ നല്ലതൊന്നും വരുന്നില്ല ഈ പടവാനെല്ലാം അപ്പോഴേക്കും നമുക്ക് വരും. അതെ, അതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമുക്ക് ഞാൻ ഓർത്തിട്ടുണ്ട് ഈ 3-5 മാസം കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ എന്ത് പറ്റി മൊത്തത്തിൽ ഇതായോ നമ്മൾ സംസാരിക്കുകയും. പക്ഷെ പിന്നീട് അങ്ങോട്ടൊരു ഭയങ്കരമായിട്ട് ആളുകൾ 11 മുതൽ 18 വരെ എന്നൊക്കെ പറഞ്ഞു ബ്ലോക്ക് ചെയ്യുന്നു ഡേറ്റ് അങ്ങനെ ഒരു സാധനം പിന്നെയും വരും. അപ്പോൾ ഞാനിതാ പറയണത്, ആരും ചെറിയൊരു അപജയമോ അല്ലെങ്കിൽ ഒരു മോശാവസ്ഥ വരുമ്പോൾ നമ്മൾ പാനിക്കാവേണ്ട കാര്യമില്ല. നമ്മളൊക്കെ തീയിൽ കുരുത്തതാണെന്നുള്ളൊരു ഓർമ്മയിൽ എന്ത് വന്നാലും നേരിടുമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. കാരണം അതിനൊരു ജീവിതാനുഭവങ്ങൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു, അവരും നമുക്കും തന്നിട്ടുണ്ട്. മഞ്ജുവിൻ്റെയൊക്കെ ഒരു ജനറേഷൻ അങ്ങനെയാണല്ലോ അല്ലേ, ഹൈദരാലിക്ക് അത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതാണ് നമുക്ക് അനുഭവം തന്നെയാണ് നമ്മുടെ കരുത്ത്. അനുഭവങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. എനിക്ക് ഇതിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ തീയിൽ കുരുത്ത കാര്യം, ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഇവർ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞത് ഈ ഒരു നല്ല കമ്പനി ഇങ്ങനെയാണ് ഇതിൻ്റെ. അത് ഞാൻ പറയാം. ഇപ്പോൾ ഇതിനകത്ത് ഈ സിനിമയിൽ ഞാൻ വന്നത് അലക്സ് അച്ചായ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല പൂയപ്പള്ളി ഫിലിം അവരാണ്, പുള്ളിയാണ് എന്നോട് ഈ പറഞ്ഞത്. ഈ സബ്ജക്റ്റ് ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതായിരുന്നു. ജോണി, ഞാൻ ആ സബ്ജക്റ്റ് നമുക്കൊന്നെടുത്ത് സിനിമ ജോണിക്ക് അച്ഛൻ്റെ വേഷം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ചോദിച്ചു ആരാണ് ഹീറോ നമുക്ക് രഞ്ജിത്ത് എന്ന പയ്യനുണ്ട്, പുള്ളി ചെയ്താൽ കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ സബ്ജക്റ്റ് പ്രസൻറ്റ് ചെയ്തത്. അങ്ങനെ അച്ചായനും പ്രാഗരൻ നേച്ചറും ഈ സജീവ് സാർ ആൻമേഡും ഇവർ 3 പേരും കൂടെയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ നമുക്കൊരു കുറവും ഇപ്പോൾ ഡയറക്ടർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്, സിനിമയ്ക്ക് ഒപ്പം നിന്നിട്ടുണ്ട്. പിന്നെ ഈ പ്രൊമോഷൻ നടക്കുന്ന സമയത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഈ പ്രൊമോഷൻ നടക്കുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രസൻസും കാര്യങ്ങളും ഇത്രമാത്രം. അതായത് ഇനിയും സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ, അത് വിജയിക്കണം, ഈ ആളുകളിലേക്ക് എത്തണം എന്ന് ഇപ്പം ഞാൻ പറഞ്ഞു അഭിനയിച്ചതും അങ്ങനെ സാമ്പത്തികത്തെക്കാൾ ഈ വിഷയം ഒന്ന് ആളുകളിലേക്ക് എത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന നിർമ്മാതാക്കളാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആത്മാർത്ഥമായിട്ട്, കാരണം ഞങ്ങളെ പൊന്നുപോലെ നോക്കിയതാണ് മനസ്സാതെ. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കും നല്ലത് വരട്ടെ, സംവിധായകനും നല്ലത് വരട്ടെ, അവർ കൂട്ടത്തിൽ ഞങ്ങൾക്ക് നല്ലത് വരട്ടെ. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ഒരു ഗംഭീര ഓക്കെ ആയിട്ട് മാറട്ടെ. മെയ് 23 തിയേറ്ററിൽ ചെന്ന് സിനിമകൾ പ്രേക്ഷകർ കാണുക. നേരത്തെ പോലെ നല്ല സിനിമയാണെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ പറയാം. സിനിമയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് പറയും. എനിക്ക് ഭയങ്കര ഹാപ്പിയുള്ള മാസമാണ് മെയ്. മെയ്യിൽ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മെയ്യിൽ അതൊന്നും പറയൂല. ഇത് പറഞ്ഞപ്പോൾ ഓർത്ത് കേട്ടോ, ഭാഗ്യം 13-ാം തീയതി മറ്റന്നാളല്ലേ എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ. അല്ല, ഞാൻ സാറിന് മറന്നു പോകും. ഇല്ലല്ല, ഒന്ന് വിഷയാറേ ഇല്ല, മറന്നു പോകും. പിറ്റേ ദിവസം 14-ാം തീയതി കോൾ വരും, നമ്മുടെ മാത്രം ഓർക്കുകയല്ല. മെയ് ഡേറ്റ് ഓർത്ത് വെക്കാനോ? മെയ് 11. ഓ, അപ്പൊ ഇന്നേ ഒരു കേക്ക് മുറിക്കണം ഇവിടെ. ഇന്നലെ എന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങി. 23-ാം തീയതി UK ഒക്കെ എന്റെ ബർത്ത്ഡേ മന്താണ്. അപ്പൊ എല്ലാം കൊണ്ടും നമുക്കൊരു സന്തോഷം. ഭയങ്കര ഭാഗ്യവത കേട്ടോ. എന്റെയും ബർത്ത്ഡേ ഈ മാസം.
എൻ്റെ ബർത്ത്ഡേ എന്ത് ഭാഗ്യവതിയാണ് നിങ്ങളൊക്കെ. മെയ് എന്നാന്ന് പറയണോ? ഭാഗ്യം ഞാൻ സ്വീകരിച്ചു. പറ മെയ് എന്നാ? ഭാഗ്യം സ്വീകരിച്ചില്ല. അത് എന്തായാലും മഞ്ജു ഇത് പറഞ്ഞ് വളരെ നന്നായി. ഇന്ന് നമ്മൾ ബർത്ത്ഡേ കേക്ക് മുറിക്കും. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയുടെ പേരിൽ ഒരു കേക്ക് മുറിക്കും. കേക്ക് മുറിച്ച് ഉറപ്പായിട്ടും നമ്മൾ ആഘോഷിക്കും. അയ്യോ, അവിടെ നിന്ന് പ്രൊഡ്യൂസർ കൈയാണിക്കുന്നു. എൻ്റെ മെയ് 30 മെയ് 30. നിങ്ങൾ ജെമിനയാണ്, ഞങ്ങൾ ടോറസുകാരാ. ഞാൻ ജൂലൈ 16 വരുന്നേ ഉള്ളൂ. അതെവിടെയാ നിൽക്കണത്? അല്ല ഏറ്റവും ജൂലൈയിൽ വേറെ കാര്യമുണ്ട്. ജൂലൈ 4 സി ഡി മൂസ. ജൂലൈ 4 ജൂലൈ. സിഡി മൂസ സെക്കൻഡ് എങ്ങനെയാണ്? ഏതാ സിഡി മൂസ എഴുതി എല്ലാം വരികയാണെങ്കിൽ അതുണ്ടാവും. എഴുതി വരണ്ടേ? എഴുതാൻ തുടങ്ങിയോ? ഇല്ല, എൻ്റെ കാര്യങ്ങൾ സംസാരം നടക്കുന്നത് അപ്പൊ ഉണ്ടാവും, പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ പറയാനല്ലേ പറ്റുള്ളൂ. ഇതിലാലി ഇപ്പൊ ഞാൻ പ്രതീക്ഷിക്കണമെന്ന് പറയാൻ പറ്റുമോ? എന്തായാലും ശ്രമിക്കുന്നുണ്ട്. ചേട്ടൻ എഴുതാൻ എന്നോട് ഡയറക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓ സിനിമ. അപ്പോൾ ഓക്കെ, ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. സിനിമയുടെ കൂടെ ഉണ്ടാവും. 23-ാം തീയതി ആദ്യ ഷോയ്ക്ക് ഉണ്ടാവും. ഷോ കഴിഞ്ഞിട്ട് സിനിമയെക്കുറിച്ച് എനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ, എനിക്കിഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടതെന്ന് പരസ്യമായിട്ട് തന്നെ ഓഡിയൻസ് മുമ്പിലേക്ക് പറയാൻ തയ്യാറാവും. ഇഷ്ടപ്പെടാതിരിക്കാൻ ചാൻസ് ഇല്ല. ഒരുപാട് ഇതിനിടെ പറഞ്ഞിട്ട് ഒരുപാട് ഇപ്പോഴത്തെ ജനറേഷന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് ജനറേഷന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രമേയമാണ് ഈ സിനിമയുടെ. അപ്പം അതുകൊണ്ട് എല്ലാവരും കാണുക, ഫാമിലിയായിട്ട് ഒന്ന് കാണുക. എന്തായാലും സൂപ്പർ ഹിറ്റ് ആകട്ടെ ജോണി ചേട്ടാ. താങ്ക് യു സോ മച്ച്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.